എന്താണ് നിപ്പ വൈറസ്? നിപ്പ വൈറസ് ഒരു സൂനോട്ടിക് വൈറസ് ആണ്. അതായത് ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നു. ഇത് ആദ്യമായിട്ട് 1999 പന്നി കർഷകർക്കിടയിൽ മലേഷ്യയിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. 2001 ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ സിലിഗുരിയിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2018 മെയ്യിൽ കോഴിക്കോട്ടാണ്. ടെറോപോഡിഡെ എന്ന ഫാമിലിയിലെ ടെറോപ്പസ് ജനുസിൽപ്പെട്ട പഴം തീനി വവ്വാലുകളാണ് ഈ നിപ്പ വൈറസിന്റെ ആതിഥേയരായി കണക്കാക്കപ്പെടുന്നത്. മലേഷ്യയിലെ സുങ്കായ് നിപ്പ എന്ന സ്ഥലത്താണ് ആദ്യമായി ഈ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു പേരിൽ നിന്നാണ് നിപ്പ എന്ന പേര് ഈ വൈറസിന് ലഭിച്ചത്. വൈറസ് ബാധ ഉണ്ടായി ഒരു 4 മുതൽ 14 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡായി കണക്കാക്കപ്പെടുന്നത്. ലക്ഷണങ്ങളായിട്ട് പ്രധാനമായിട്ടും തൊണ്ടവേദന, ഛർദി, തലവേദന, മസിലുകൾക്കുണ്ടാകുന്ന വേദന, അതായത് പേശീവേദന തുടങ്ങിയവ ഉണ്ടാവും. പിന്നീട് അത് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ അത് നമ്മുടെ ന്യൂമോണിയ പോലുള്ള സിംറ്റംസും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് അത് തലച്ചോറിനെ ബാധിക്കുകയും പേഷ്യൻ്റ് കോമ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുന്നു. RT-PCR എലീസ ടെസ്റ്റുകളിലൂടെ സ്രവ പരിശോധനയിലൂടെയാണ് ഇതിൻ്റെ രോഗനിർണയം നടത്തപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബ്ലൂ പ്രിൻ്റ് നിപ്പയെ ഒരു മുൻഗണനാ രോഗമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ ഒരു വാക്സിൻ ഇതുവരെ നിപ്പയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രോഗനിർണയവും ഫലപ്രദവും സമയബന്ധിതവുമായുള്ള പ്രതിരോധ പ്രവർത്തന നടപടികൾ എന്നിവയാണ് നിപ്പയിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. വവ്വാലുകളുടെ ഉമിനീര്, കാഷ്ടം മുതലായവ വഴി നമുക്ക് ഈ രോഗം പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ വവ്വാലുകൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയുള്ള പഴവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ധാരാളമായി വവ്വാലുകളുള്ള സ്ഥലത്ത് തുറന്ന മൺകലങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് മുതലായ പാനീയങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധി ഇനത്തിൽപ്പെട്ട വൈറസ് ആയതുകൊണ്ട് തന്നെ വേണ്ടത്ര പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. രോഗിയുമായി യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പൊതുജന മധ്യത്തിലും പോകുമ്പോഴും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യുക.